ഹെൽത്ത് ടിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരീരത്തിന്റെ ആരോഗ്യത്തിനും ശരിയായ പ്രവർത്തനത്തിനും ആവശ്യമായ പോഷകങ്ങളാണ് വിറ്റാമിനുകളും ധാതുക്കളും. ഭക്ഷണക്രമത്തിന്റെ അപര്യാപ്തത കൊണ്ടും വിറ്റാമിൻ ആഗിരണം ചെയ്യുന്നതിലെ പോരായ്മ കൊണ്ടും ചിലരിൽ ഇവയുടെ തോത് വളരെ കുറവായിരിക്കും. ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. ഇതിന്റെ ഫലമായി ശരീരത്തിൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാം. അവയിൽ ഒന്നാണ് വിണ്ടുകീറിയ നാക്ക്. വൈറ്റമിൻ B12, വൈറ്റമിൻ B9 എന്നിവയുടെ കുറവാണ് നാക്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണം. അതായത് ഫോളൈറ്റ്, ഫെറിറ്റിൻ, അതായത് അയൺ സംഭരിക്കുന്ന പ്രോട്ടീൻ എന്നിവയുടെയൊക്കെ അപര്യാപ്തത കാരണമാണ് സ്കോട്ടൽ ടങ്ങിന് കാരണമാകുന്നത്. വിണ്ടുകീറിയ നാക്കിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി അസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എരിവുള്ളതും എന്തെങ്കിലും കഴിക്കുമ്പോൾ നാക്ക് പുകയുന്നത് പോലെയും അനുഭവപ്പെടാം. സ്കോട്ടൽ ടങ് ഉള്ളവർ നാരങ്ങ പോലെയുള്ള സിട്രസ് ഭക്ഷണങ്ങളും എരിവുള്ള ഭക്ഷണങ്ങളും പരമാവധി ഒഴിവാക്കേണ്ടതാണ്. സ്കോട്ടൽ ടങ് ഉള്ളവർ വായുടെ ശുചിത്വം പാലിക്കാൻ ശ്രദ്ധിക്കണം. ഡെന്റിസ്റ്റിന്റെ ഉപദേശം ഇക്കാര്യത്തിൽ തേടേണ്ടതാണ്. പല്ലുകൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നാക്കും ബ്രഷ് ചെയ്യുന്നത് ഭക്ഷണ അവശിഷ്ടങ്ങൾ അടിയാതിരിക്കാൻ നമ്മളെ സഹായിക്കും. വൈറ്റമിൻ ഉൾപ്പെടുത്തിയുള്ള ഭക്ഷണക്രമം പിന്തുടർന്ന് നാക്ക് പൂർവ്വസ്ഥിതിയിലാവാൻ ആവശ്യമാണ്. ബീഫ്, ലിവർ, ചിക്കൻ, മീൻ, മുട്ട, പാൽ, ബട്ടർ, ചീസ്, ഫോർട്ടിഫൈ ചെയ്യപ്പെട്ട ധാന്യങ്ങൾ എന്നിവയെല്ലാം വൈറ്റമിൻ B12 അടങ്ങിയവയാണ്. ചീര പോലെയുള്ള പച്ചയിലകൾ എന്നിവയിൽ വൈറ്റമിൻ B9 അടങ്ങിയിരിക്കുന്നു. ഫോളൈറ്റിന്റെ അഭാവം വിണ്ടുകീറിയ നാക്കിന് പുറമെ ക്ഷീണം, ഊർജ്ജക്കുറവ്, മരവിപ്പ്, മൗത്ത് അൾസർ, പേശികൾക്ക് ദുർബലത, കാഴ്ച പ്രശ്നം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയാകുന്നു. വിഷാദം, ആശയക്കുഴപ്പം, ഓർമ്മക്കുറവ്, ധാരണശേഷിക്കുറവ് പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും ഫോളൈറ്റിന്റെ അഭാവം കാരണമാകും. ഹൃദയസ്തംഭനം, ഉൽപാദനശേഷിക്കുറവ്, ഗർഭധാരണ പ്രശ്നങ്ങൾ എന്നിവയിലേക്കും ഫോളൈറ്റിന്റെ അഭാവം നയിക്കാം. ഭക്ഷണ വിഭവങ്ങൾക്ക് പുറമെ സപ്ലിമെന്റുകളും വൈറ്റമിൻ അഭാവം നികത്താൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളായിരിക്കാം ഈ ഒരു നാക്ക് വിണ്ടുകീറുന്നതും ഇതുപോലെ ചുരുങ്ങി പോകുന്നതൊക്കെ. അപ്പോൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള വിറ്റാമിൻസിൻ്റെയും മിനറൽസിൻ്റെയും പോലെ തന്നെ ധാതുക്കളുടെയൊക്കെ കുറവായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നാക്കിൽ. നമ്മൾ ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ ഈ ഒരു ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ നല്ല രീതിയിൽ വലിയ വലിയ പ്രശ്നങ്ങളിലെ വലിയ വലിയ അസുഖങ്ങളിലേക്ക് നയിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ ശ്രദ്ധിക്കുക. ഈ ചീര പോലെയുള്ള മീൻ, ബട്ടർ ഇത്തരത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ടിരിക്കുക. സോഷ്യൽ മീഡിയയുടെ കേരളവിഷൻ.